തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തു ഭക്തർ ഏറെയുണ്ട്. ലോകമെമ്പാടും ധാരാളം പേരുണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ. അവർ അന്ധമായി പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും യേശുവാണെന്ന് വിശ്വസിക്കുന്ന ധാരാളം അക്രൈസ്തവരെ കാണാൻ സാധിച്ചിട്ടുണ്ട്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ എനിക്ക് തന്നിട്ടുള്ള നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിൻ്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ നിനക്കുള്ളവരായിരിക്കുന്നു. നീ അവരെ എനിക്ക് തന്നു. അവർ നിൻ്റെ വചനം പ്രമാണിച്ചുമിരിക്കുന്നു. അപ്പോൾ ദൈവീയമായ ആ ബന്ധമാണ്. ക്രിസ്തുവിൻ്റെ നാമമാണ് ക്രിസ്തു ദൈവത്തിൽ ഉയർത്തുന്നത്. മാനിഫെസ്റ്റഡ് യുവർ നെയിം, ദൈവത്തിൻ്റെ നാമം ഉയർത്തുന്നത്. ദിസ് ഡിവൈൻ റെവലേഷൻ ഈസ് ദ ബേസിസ് ഓൺ വിച്ച് ദ ചർച്ച് ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. അങ്ങനെയാണ് സഭ, പുതിയ നിയമസഭയുടെ ആരംഭം അങ്ങനെയാണ്. അവിടെയാണ് 17-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ ഇനി ഞാൻ ലോകത്തിലിരിക്കുന്നില്ല, ഇവരോ ലോകത്തിലിരിക്കുന്നു. ഞാൻ നിൻ്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടത് നീ എനിക്ക് തന്നിരിക്കുന്ന നിൻ്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. അവരെപ്പോലെ ഒന്നാകേണ്ടതിന് കാത്തുകൊള്ളണം. ഒന്നാകുക എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കൂടെ ഒന്നാകണം. അപ്പോൾ പരിശുദ്ധ പിതാവേ, ഹോളി ഫാദർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഹോളി ഫാദർ, ഗോഡ് സെപ്പറേറ്റ്നെസ്. അപ്പോൾ അത് ആ ദൈവത്തിൽ നിന്ന് ലോകത്തിലേക്ക് പുത്രനായ യേശുവിനെ അയച്ചപ്പോഴുള്ള ആ സെപ്പറേഷനിൽ ആ പിതാവിൻ്റെ ഫാദർ ഹോളിയാണ്, സൺ ഹോളിയാണ്, ഹോളി സ്പിരിറ്റ് ഹോളിയാണ്. ആൻഡ് ഹിസ് ഇൻറ്റിമസി, ഫാദർ എന്നുള്ള ആ വലിയ ബന്ധം. അപ്പോൾ അത് കീപ് do not express grief from evil and disunity. അപ്പോൾ ഈ ഐക്യത എന്ന് പറയുന്നത് ഏകസത്യ ദൈവമായ വിശ്വസിക്കുന്നതിലുള്ള നമ്മുടെ ഐക്യത ഉണ്ടാകണം. നമ്മളുടെ ഐക്യത, സ്നേഹം, ദൈവത്തിലുള്ള സ്നേഹം, അത് പിശാചിൽ നിന്ന് നമ്മളെ അകറ്റുന്നതാണ്. അപ്പോൾ ആ ദൈവീയമായ കൂട്ടായ്മയുടെ ഭാഗമായി തീരാൻ നമുക്ക് സാധിക്കും. അവിടെയാണ് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതിന് ഈ വചനം കാണുന്ന കേൾക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ഈ വിശുദ്ധ ദിവസം ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കണ്ട് കേട്ട് എല്ലാ പ്രിയപ്പെട്ടവരും യേശു ക്രിസ്തുവിലുള്ള അടിയുറച്ച അന്ധമായ വിശ്വാസത്തിൽ മുന്നേറുവാൻ കർത്താവ് സഹായിക്കണമേ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, വിശേഷിച്ച് ലോകമെമ്പാടുമുള്ള വിവിധ ചാനലുകൾ, ഫോട്ടോഗ്രാഫേഴ്സ്, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, ജയിലുകളിൽ കഴിയുന്നവർ, ബെഡ്രിഡനായിട്ടുള്ളവർ, വിശ്രമജീവിതം നയിക്കുന്നവർ, ആരുമില്ലാത്തവർ, ഏകാന്തതയിലായിരിക്കുന്നവർ, രോഗികളായിട്ടുള്ളവർ, മദ്യപാനത്തിൻ്റെയും മറ്റ് അഡിക്ഷൻ്റെയും പിന്നാലെ പോയി ജീവിതം തകർന്നിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ, മാനസിക തകർച്ചയിലുള്ളവർക്ക് യേശുക്രിസ്തുവിലുള്ള ഏകസത്യ വിശ്വാസത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, പിതാവായ ദൈവം പുത്രനായ യേശുവിലൂടെ പരിശുദ്ധാത്മാവിലൂടെ ഇത് കാണുന്ന കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളിലും ഇറങ്ങിച്ചെന്ന് അവരെ മാറ്റി രൂപാന്തരപ്പെടുത്തി അവരെ ശക്തീകരിച്ചു കൊള്ളണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.